അപ്പോൾ ഇതാ നമ്മുടെ പ്ലാനർ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ ഒരു ബോക്സിലാണ് വരുന്നത്. അപ്പോൾ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം, അവരുടെ ലേബലൊന്നും എവിടെയും കൊടുത്തിട്ടില്ല കേട്ടോ, പിറകിൽ മാത്രമാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബോക്സ് നമുക്ക് ഓർഗനൈസറായിട്ടോ എന്തായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നല്ല ക്യൂട്ട് പ്രിൻ്റാണ്, ഈ കളറും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാ ഇത് തുറക്കുമ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയൊരു നോട്ട്, പിന്നെ വരുന്നത് ഇതാ സ്റ്റിക്കർ ബുക്കാണ് കേട്ടോ. കുറേ 400+ സ്റ്റിക്കേഴ്സ് ഉണ്ട് 16 ഷീറ്റ്സിലായിട്ട്. കുറച്ച് സ്റ്റിക്കേഴ്സ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് അട്രാക്റ്റീവ് ആക്കാനും പിന്നെ വിഷൻ ബോർഡൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ. അങ്ങനെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഏകദേശം നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റിക്കേഴ്സും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സ്റ്റിക്കേഴ്സാണ് വരുന്നത്. നമുക്ക് നല്ല അട്രാക്റ്റീവായിട്ട് പ്ലാനറൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നല്ല യൂസ്ഫുള്ളായിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ പ്ലാനർ നമുക്കിനി ഇത് എടുത്ത് നോക്കാം. എന്നിട്ട് അകത്ത് എന്തൊക്കെ പേജസ് ആണുള്ളത് എന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാനർ. ഈ ഒരു പ്ലാനർ തുറക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ഇവരുടെ ഈ ഒരു ഫൗണ്ടറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അതൊക്കെയാണ് ഇവിടെ. ദ ലൈഫ് അരോമ പ്ലാനറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഒരു QR കോഡ്, പിന്നെ അവരുടെ ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, പിൻട്രസ്റ്റ് അതിൻ്റെയൊക്കെ ഒരു ലിങ്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ അവരാദ്യം തന്നെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോട്ടോട് കൂടി തന്നെ നമുക്ക് നമ്മുടെ പ്ലാനർ തുടങ്ങാം. നല്ലൊരു കോട്ടാണ് കേട്ടോ. ആദ്യം തന്നെ നല്ലൊരു കോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഓരോ ദിവസത്തെയും ചെറിയ സ്റ്റെപ്പുകളാണ് നമ്മുടെ വലിയ ഡ്രീമിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. പിന്നെ ആ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നമ്മുടെ ഡ്രീമിലേക്ക് എത്തിപ്പെടാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ഓരോ ദിവസമായിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ ചെറിയ ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു വലിയ ഗോളിലേക്ക് എത്തിച്ചേരാം എന്നുള്ള രീതിയിലുള്ളൊരു കോട്ടാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു പേജിലേക്ക് വരുന്ന സമയത്ത് 2024 കാലണ്ടറാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. എല്ലാ മാസത്തെയും കാലണ്ടറാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാ ചെറിയ കലണ്ടറായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ താഴെ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഡേറ്റ്സ്, ആനിവേഴ്സറീസ്, ബർത്ത്ഡേയ്സ്, ഓരോ മാസത്തിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത് അതൊക്കെ നമുക്ക് എഴുതി വെക്കാനായിട്ട് അവർ ചെറിയൊരു കോളം കൂടി താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പേജ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓരോ മാസത്തിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ ചില സമയത്ത് നമുക്ക് ചില ഇമ്പോർട്ടൻസ് ഡേറ്റ്സ് ഒക്കെ മറന്നു പോകുമല്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഓരോ മാസത്തിലെയും ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ, ഡേറ്റ്സ് എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പേജ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓരോ മാസത്തിലും എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന്. പിന്നെ ഈ ഒരു പേജിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു 2023 ഇയർ ആൻഡ് റിഫ്ലക്ഷൻ ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. നമ്മൾ ഈ ഒരു 2023 കഴിയാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഒരു 2023 നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ 2023 ഫീൽ ചെയ്തേക്കുന്നത് അതൊക്കെയാണ് നമ്മൾ ഇവിടെ എഴുതാനായിട്ട് പോകുന്നത്. മേജർ ഹൈലൈറ്റ്സ് ഓഫ് ദ ഇയർ, എന്തൊക്കെ മേജറായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചത്. പിന്നെ ഈ ഒരു 2023 നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, പുതിയ പാഠങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത്, പിന്നെ എന്തൊക്കെ ചാലഞ്ചസ് ആണ് നമുക്ക് നേരിടേണ്ടി വന്നത്. പിന്നെ 2023 വാസ് ദ ഇയർ ഓഫ്, ആ ഒരു 2023 എങ്ങനെയായിരുന്നു എന്ന് എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ 2023 നമ്മൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നത് ആ കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 2023 ഒരു ജേർണലിങ്ങിന് വേണ്ടിയിട്ടും കൂടി കുറച്ചൊരു ചെറിയൊരു കോളം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പേജിൽ ഇത്രയും കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അടുത്ത പേജിലേക്ക് വരുമ്പോൾ കറൻറ്റ് മീ വേഴ്സസ് ഫ്യൂച്ചർ മീ എഴുതാനായിട്ടാണ്. അതായത് ഇപ്പോഴുള്ള നമ്മളും ഇനി ഭാവിയിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നും നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ടുള്ള ഒരു പേജാണ് കേട്ടോ ഇത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ഇനിയിപ്പം ഭാവിയിൽ നിങ്ങൾക്ക് എന്താണ് ആയിത്തീരേണ്ടത്, എങ്ങനെയാണ് ആയിത്തീരേണ്ടത്, അതായത് നമ്മളെക്കുറിച്ച് തന്നെ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കണം എന്ന് എല്ലാവരെക്കുറിച്ചും ഒരു ഉദാഹരണം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇവിടെ എഴുതേണ്ടത്. പിന്നെ അടുത്ത പേജിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു 2024 ഒരു വേർഡ്
ആ ഒരു വേർഡ് ആലോചിക്കുമ്പം തന്നെ നമുക്ക് ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തോന്നണം, നമുക്കൊരു മോട്ടിവേഷൻ കിട്ടണം. അങ്ങനെ ഒരു വേർഡ് 2024 കണ്ടുപിടിക്കാനായിട്ട് വേണ്ടിയിട്ടാണ് ഈ ഒരു പേജ് കേട്ടോ. അതിനായിട്ട് എന്താ പറയുക, ഈ ഒരു വർഷത്തിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്, പിന്നെ മൈൻഡ് മാപ്പിംഗ് എക്സസൈസ്, അതായത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വർഷത്തിൽ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യേണ്ടത്, പിന്നെ നിങ്ങളുടെ മെയിൻ ഗോൾ എന്താണ്, യുവർ ഡെഫിനിഷൻ ഓഫ് ഹാപ്പി ലൈഫ്, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു വർഷത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് മനസ്സിലാവും. അതിന് മനസ്സിലാവുമ്പോഴാണ് നമുക്ക് ആ ഒരു വർഷത്തേക്കുള്ള ആ ഒരു വേർഡ് ഓഫ് ദ ഇയർ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവർ ഈ ഒരു എക്സസൈസ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് വേർഡ് ഓഫ് ദ ഇയർ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു വേർഡ് ഓഫ് ദ ഇയർ നമുക്ക് ഇവിടെ എഴുതി വെക്കാം കേട്ടോ. പിന്നെ അടുത്ത പേജ് കൊടുത്തേക്കുന്നത്, നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്വപ്നങ്ങളുണ്ടാവും അല്ലേ. നമുക്ക് പ്രത്യേകിച്ച് പുതിയ വർഷമൊക്കെ തുടങ്ങുന്ന സമയത്ത് ഓരോരുത്തർക്കും ചില ആൾക്കാർ അത് സെറ്റ് ചെയ്യുക, അങ്ങനെ ചില ആൾക്കാർ അങ്ങനെ സെറ്റ് ചെയ്യാറൊന്നുമില്ല. എന്നാൽ ചില ആൾക്കാർ സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഓരോ സ്വപ്നങ്ങളുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു സ്വപ്നത്തിലേക്ക് എത്താനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്, പിന്നെ ആ ഒരു സ്വപ്നത്തിലേക്ക് എത്താനായിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് കൊണ്ടുവരേണ്ടി വരും. അതിപ്പം നിങ്ങളുടെ സ്വപ്നത്തിനനുസരിച്ച് അതിങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു സ്വപ്നത്തിലേക്ക് എത്താനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ചെയ്യേണ്ടത്, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കുറച്ചുകൊണ്ട് വരേണ്ടത്, ആ കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പേജസ്. പിന്നെ ഈ ഒരു വർഷത്തേക്കായിട്ടുള്ള നിങ്ങളുടെ ഒരു അഫർമേഷൻസ് എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലമാണിത്. പിന്നെ ഈ ഒരു വർഷത്തേക്കുള്ളൊരു കോട്ട് എഴുതാനായിട്ടുള്ള ഒരു സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പേജിലേക്ക് വരുന്ന സമയത്ത് ഒരു മാനിഫെസ്റ്റേഷനാണ്, അതായത് നമ്മുടെ ഒരു ഡ്രീം ലൈഫിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇത്. അതായത് വെൽനെസ്, കരിയർ, റിലേഷൻഷിപ്പ്, ഫിനാൻസ്, പിന്നെ ഒരു എക്സ്ട്രാ ഒരു കോളം കൂടി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എന്താണ് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഈ ഒരു സമയത്ത് നമുക്ക് ഈ നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത് കരിയർ, റിലേഷൻഷിപ്പ്, ഫിനാൻസ്, ഈ ഒരു കാര്യത്തിൽ നമ്മൾ എവിടെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്, ഈ ഒരു സമയത്തെ കാര്യങ്ങളാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്കിവിടെ എഴുതാം. പിന്നെ ഒരു വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ഒരു കാര്യങ്ങളിലേക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങളിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത്, എന്തൊക്കെ മാറ്റങ്ങളാണ് വരേണ്ടത്, എന്തൊക്കെ ഗോളാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ഒരു വർഷം ആകുമ്പോഴേക്കും നമ്മൾ എവിടെ എത്തിച്ചേരണം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ 5 വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ഒരു കാര്യങ്ങളിലൊക്കെ എവിടെയായിരിക്കണം എത്തിച്ചേരേണ്ടതെന്നുള്ളത് കൊടുത്തേക്കാണ്. പിന്നെ ഒരു 10 ഇയേഴ്സ് കഴിയുമ്പോഴേക്ക്, 10 വർഷം കഴിയുമ്പോഴേക്ക്, നമുക്കിതിപ്പോൾ 5 ഇയേഴ്സ് ഒന്നും താല്പര്യമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഇതൊരു കുറച്ച് കൊണ്ടുവരാം കേട്ടോ, അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ കൊടുത്തേക്കുന്നത് 1 വർഷം കഴിയുമ്പോഴേക്ക്, 5 വർഷം, പിന്നെ 10 വർഷത്തേക്കുള്ളതാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇവിടെ താഴെ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ അടുത്ത പേജിലേക്ക് വരുമ്പോഴേക്ക് നമ്മുടെ ഗോൾ സെറ്റിംഗ് പേജസ് ആണ് കേട്ടോ. അപ്പോൾ അതാ അവർ 4 പേജസ് അതിനായിട്ട് കൊടുത്തിട്ടുണ്ട്. 4 പേജസ്, പിന്നെ 1 2 3 4 5 6 7 8 ഗോൾ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ എന്താണ് നമ്മുടെ ഗോൾ എന്നുള്ളത് നമുക്ക് ഇവിടെ എഴുതാം. പിന്നെ ആ ഒരു ഗോൾ എന്തിനാണ്, ആ ഒരു ഗോളിൻ്റെ സിഗ്നിഫിക്കൻസ് എഴുതാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ആക്ഷൻ സ്റ്റെപ്സ് വേണമല്ലോ, നമ്മളൊരു ഗോൾ മാത്രം സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നാൽ പോരെയല്ലോ, അതിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് ചെറിയ ആക്ഷൻ സ്റ്റെപ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് 1 2 3 4 5 6 7 8 ഗോള് സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇനി അടുത്ത പേജിലേക്ക് വരുമ്പോഴേക്ക് നമുക്കിതൊരു മോർണിംഗ് റൂട്ടീൻ, നൈറ്റ് റൂട്ടീൻ എഴുതാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നിയേക്കുന്നത് എല്ലാ മാസത്തിലും ഇങ്ങനെ ഒരു 2 പേജ് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിരിക്കും തോന്നുന്നു. കാരണം ഈ മാസം നമ്മൾ സെറ്റ് ചെയ്യുന്ന നൈറ്റ് റൂട്ടീനോ മോർണിംഗ് റൂട്ടീനോ ഒക്കെ ആയിരിക്കണം എന്നില്ല അടുത്ത മാസത്തിൽ. അപ്പോൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. എൻ്റെ കാര്യത്തിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് 1 വർഷത്തേക്കുള്ളതാണ് കേട്ടോ അവരിവിടെ പറഞ്ഞേക്കുന്നത്, മോർണിംഗ് റൂട്ടീനും നൈറ്റ് റൂട്ടീനും. അത് മാത്രമാണ് ഈ ഒരു ജേർണലിൽ എനിക്കൊരു എന്താ പറയുക, എൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കുറച്ചും കൂടി ഒരു അഡീഷണൽ ആയിട്ട് അവർക്ക് എല്ലാ മാസവും കൊടുക്കായിരുന്നു എന്നെനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ഈ ഒരു പേജ് ഞാനൊന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും എല്ലാ മാസവും ചില ചേഞ്ചസ് ഒക്കെ വരുത്താനായിട്ടുണ്ടാവും. അപ്പോൾ അതാ ഈ ഒരു വർഷത്തേക്കുള്ളൊരു മോർണിംഗ് റൂട്ടീനാണ്. അതായത് മോർണിംഗ് അഫർമേഷൻസ് എഴുതാനായിട്ട് നമുക്ക് ആ ഒരു രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്ക് തന്നെ നമുക്ക് ആ ഒരു ദിവസം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്ന ചില അഫർമേഷൻസ് ഒക്കെ
ഉണ്ടാവുമല്ലോ, അത് എഴുതാനായിട്ടുള്ളതാണ്. പിന്നെ ഒരു ഐഡിയൽ വേക്കപ്പ് ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡെയിലി മോർണിംഗ് ഹാബിറ്റ്സ് ഉണ്ടല്ലോ, അതായത് രാവിലെ എക്സസൈസ്, മെഡിറ്റേഷൻ, പ്രെയർ, അതിനൊക്കെ ആയിട്ട് നമുക്കൊരു മോർണിംഗ് ഹാബിറ്റ്സ് ഉണ്ടാവുമല്ലോ, റൂട്ടീൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് എഴുതുക. അതിന് ഓരോന്നിനും എത്ര മിനിറ്റ്സ് ആണ് എന്നുള്ളത് എഴുതാനായിട്ടുള്ളൊരു സ്പേസ് ആണിത്. പിന്നെ നോട്ട്സ് നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ എഴുതാം കേട്ടോ. പിന്നെ ഹൈ ഇൻറ്റൻസിറ്റി മോർണിംഗ് ചെക്ക് ലിസ്റ്റ്, അതായത് രാവിലെ നമുക്ക് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ ലോ ഇൻറ്റൻസിറ്റി, അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ചില ദിവസമൊക്കെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നമുക്കൊരു മടിയൊക്കെ ഉണ്ടാവും, അതൊക്കെ സ്വാഭാവികമാണ്. അപ്പം നമുക്ക് ചില കാര്യങ്ങൾ ചെയ്താൽ ഓക്കെ എന്നുള്ള തോന്നുമല്ലോ, അപ്പം അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ഇവിടെ എഴുതാം. ഇത് നമുക്ക് ഇഷ്ടമുള്ള പോലെ, നമുക്ക് നമ്മുടെ പ്ലാനറാണ്, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ, അതിവിടെ എഴുതാം. നമുക്ക് അത് വിട്ട് കളഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലുള്ളത്. അതേപോലെ തന്നെയാണ് കേട്ടോ നൈറ്റ് റൂട്ടീനും വരുന്നത്. ഒരു അഫർമേഷൻ ഉണ്ട്, പിന്നെ ആ ഒരു നൈറ്റ് റൂട്ടീനിലുള്ള കുറച്ച് ഹാബിറ്റ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ എന്താ പറയുക നോട്ട്സ് എഴുതാനുള്ളതും, പിന്നെ ഹൈ ഇൻറ്റൻസിറ്റി, ലോ ഇൻറ്റൻസിറ്റി, അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഇത് വീക്കിലി റൂട്ടീൻ സെറ്റ് ചെയ്യാനായിട്ടാണ്. ഇത് ഈ ഒരു റൂട്ടീൻ അത് ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇത് ഈ ഒരു വീക്കിലി നമുക്ക് ഓരോ ദിവസങ്ങളിലും ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടാവുമല്ലോ. ഇപ്പം മൺഡേ എന്താ പറയുക ചില കാര്യങ്ങളുണ്ടാവും, പിന്നെ ചൊവ്വാഴ്ച ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതായത് ആ ഒരു വീക്ക് നമുക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഓരോ ദിവസത്തേക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുമല്ലോ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീക്കിലി റൂട്ടീൻ ഈ ഒരു പേജ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം, ഞാൻ അങ്ങനെയാണ് കേട്ടോ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും ഐഡിയ വ്യത്യസ്തമായിരിക്കുമല്ലോ. ഇപ്പം ഞാൻ പ്ലാൻ ചെയ്യുന്ന പോലെ ആവണമെന്നില്ല നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം. ഞാനിതിപ്പം യൂസ് ചെയ്യാൻ പോകുന്നത് ഇപ്പം മൺഡേ കുറച്ച് ക്ലീനിങ്, പിന്നെ ലോണ്ട്രി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ട്യൂസ്ഡേ എനിക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അല്ലെങ്കിൽ ഷൂട്ടിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, പിന്നെ വെനസ്ഡേ നമുക്ക് വേണമെങ്കിൽ സെൽഫ് കെയർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്താം. അങ്ങനെ ഓരോ ദിവസം നമുക്ക് ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ, അത് പ്ലാൻ ചെയ്യാനായിട്ടുള്ള ഒരു പേജാണ് കേട്ടോ ഇത്. പിന്നെ മന്ത്ലി റീസെറ്റ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്, നമ്മൾ ഓരോ മാസത്തിലും നിർബന്ധമായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. ചില ബില്ല് പേ ചെയ്യാനായിട്ട്, കുറച്ച് അല്ലെങ്കിൽ ചില സബ്സ്ക്രിപ്ഷൻസ് റിന്യൂ ചെയ്യാനായിട്ട്, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ എന്തെങ്കിലുമൊക്കെ അപ്പോയിൻമെൻറ്റ്സ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഓരോ മാസവും നമുക്ക് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അത് നമുക്കിവിടെ എഴുതാം. അതായത് ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, പിന്നെ റെൻറ്റ്, അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടാവുമല്ലോ. അത് എഴുതിയിട്ട് നമുക്ക് കൃത്യമായിട്ട് ഓരോ മാസവും പേ ചെയ്തോ എന്നുള്ളത് നമുക്കിങ്ങനെ ടിക്ക് ചെയ്ത് പോവാട്ടെ. ഇതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഗെറ്റ് യുവർ ലൈഫ് ടുഗെദർ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ചില സമയത്ത് നമുക്ക് എന്താ എല്ലാത്തിൽ നിന്നൊന്ന് വിട്ട് നിന്ന് നമുക്ക് നമ്മുടെ തന്നെ ഒന്ന് റീഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് തോന്നുമല്ലോ ചില സമയത്ത്. ചില ആൾക്കാർക്ക് അത് പുറത്ത് പോകുന്നതായിരിക്കാം, ചില പുറത്തുനിന്ന് ഒരു ഫുഡ് കഴിക്കുന്നതായിരിക്കും, ഒരു സൺസെറ്റ് കാണാൻ പോകുന്നതായിരിക്കും, ഒരു ബീച്ചിൽ പോയിട്ട് വെറുതെ അങ്ങിരിക്കുന്നതായിരിക്കാം. അങ്ങനെ ഓരോരുത്തർക്ക് അതൊരു ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു എന്താ പറയുക, നമുക്ക് ചില സമയത്ത് ഭയങ്കര തിരക്ക് പിടിച്ചൊരു ലൈഫിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു റിലാക്സേഷൻ വേണമെന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ. ഏതെങ്കിലും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സീരീസ് കാണുന്നതായിരിക്കാം, ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി ഇരിക്കുന്നതായിരിക്കും, ഒരു ഒറ്റയ്ക്കിരുന്നൊരു ഫിലിം കാണുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കുന്നതായിരിക്കാം. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് അങ്ങനെ ഒരു റിലാക്സ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് തോന്നുന്നത് ആ കാര്യങ്ങളൊക്കെ എഴുതാം കേട്ടോ. നമുക്കിങ്ങനെ ഒരു എന്താ പറയുക, ഒരു റിലാക്സ് ആയിട്ട് ഇരിക്കണം, അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ട് ഇരിക്കണം എന്ന് തോന്നുമ്പോൾ നമുക്കിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്ന സമയത്ത് നമുക്കൊന്ന് മനസ്സിലേക്ക് വരും ഇന്ന കാര്യങ്ങളാണെന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് ചൂസ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു എന്താ പറയുക ഒരു സ്പേസാണ് കേട്ടോ ഇത്. പിന്നെ അടുത്ത പേജിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഒരു ഡെയിലി ഹാബിറ്റ്സ് ബിൽഡ് ചെയ്യാനായിട്ടുള്ളൊരു പേജാണിത്. അതായത് ഒരു ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയിട്ട്, മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട്, പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട്, പിന്നെ സോഷ്യൽ മീഡിയ, എൻവിറോൺമെൻറ്റ്, വർക്ക്, കരിയർ. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ആ കാര്യങ്ങളിലൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഹാബിറ്റ്സ് ഒക്കെ കൊണ്ടുവരണമെങ്കിൽ അതൊക്കെ എഴുതാനുള്ളൊരു കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ കൊടുത്തേക്കുന്നത്, ഈ ഒരു സ്പേസ് കൊടുത്തേക്കുന്നത്. പിന്നെ ടോക്സിക് ഹാബിറ്റ്സ് ഉണ്ടാവുമല്ലോ, നമ്മൾ ക്വിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവുമല്ലോ, അത് നമുക്കിവിടെ എഴുതി വെക്കാം കേട്ടോ. അതായത് കൂടുതൽ സമയം സോഷ്യൽ മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നതായിരിക്കാം, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതായിരിക്കാം, അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ടാവുമല്ലോ നമുക്ക് ടോക്സിക്കായിട്ട് ഫീൽ ചെയ്യുന്ന ഹാബിറ്റ്സ്, അത് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
പിന്നെ ഒരു 2024-ലേക്കുള്ളൊരു ചെക്ക് ലിസ്റ്റാണ് കൊടുത്തേക്കുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്കിൽസ് പുതിയതായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് എഴുതാം. പിന്നെ ഈ ഒരു വർഷം വായിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ബുക്സ്, പിന്നെ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന പ്ലേസസ്, പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്, പിന്നെ ഈ ഒരു വർഷം കാണണം എന്ന് ആഗ്രഹിക്കുന്ന സീരീസ്, പിന്നെ മൂവീസ്, അതൊക്കെ എഴുതാനായിട്ടുള്ളൊരു ചെക്ക് ലിസ്റ്റാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു പേജിലേക്ക് വരുന്ന സമയത്ത് നോട്ട്സ്, ഒരു സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്, ഒരു ബ്ലാങ്ക് സ്പേസ്. നമുക്ക് ഇതിൽ ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർ അഡീഷണലായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുമല്ലോ, എഴുതാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു നോട്ട്സ്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ 2023 കുറിച്ച് നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം, ഒരു ജേർണലിംഗ് പോലെ. ഇനി 2024 എങ്ങനെയായിരിക്കണം എന്നുള്ളത് വേണമെങ്കിൽ എഴുതി വെക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇത് കൊടുത്തേക്കുന്നത് നമ്മളൊരു വർഷത്തെ തന്നെ ഒരു 4 സെക്ഷനായിട്ട് മാറ്റിയേക്കാണ്. അതായത് 3 മാസമായിട്ടുള്ള ഒരു 4 സെക്ഷനായിട്ട് മാറ്റിയേക്കാണ്. ആദ്യത്തെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ ഈ ഒരു നമ്മുടെ മെയിനായിട്ടുള്ള ഗോൾസ് ഉണ്ടാവുമല്ലോ, അപ്പം ഈ ഒരു 3 മാസത്തിലേക്കായിട്ട് ഓരോ മാസത്തിലേക്കും നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഒരു 3 ഗോൾ, അല്ലെങ്കിൽ 3-ൽ കൂടുതലുണ്ടെങ്കിൽ 3-ൽ കൂടുതൽ ഗോൾസ് നമുക്ക് എഴുതി വെച്ചിട്ട്, അതായത് ഓരോ മാസവും ആ ഒരു ഗോളിലേക്ക് എത്താനായിട്ടുള്ള ഒരു ആക്ഷൻ സ്റ്റെപ്സ് നമുക്ക് ഈ ഒരു മാസത്തിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നുള്ള രീതിയിൽ എഴുതാം. ഇത് ഓരോരോ 3 മാസം കഴിയുമ്പോഴേക്കും ഇതുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു പേജ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് എഴുതാം കേട്ടോ. അതായത് നമ്മുടെ മെയിൻ ഗോളിലേക്ക് നമ്മൾ എത്തിച്ചേരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ചെറിയ ചെറിയ ആക്ഷൻ സ്റ്റെപ്സ് ഉണ്ടാവുമല്ലോ, അതാണ് കേട്ടോ ഈ ഒരു ഇതിലേക്ക്, ഈ ഒരു ടോപ്പ് 3 ഗോൾസ് എന്ന് പറയുമ്പോൾ ഇതിലേക്കായിട്ട് വരാം. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു രീതിയിലാണ്, ഞാൻ പ്ലാൻ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ചില ഭാഗങ്ങളൊക്കെ ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു 2024-23 നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾക്കായിട്ടുള്ള പേജ് കഴിയാണ്. ഇതിനിപ്പം മന്ത്ലി പ്ലാനറാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ജനുവരി. അപ്പോൾ ഈ ഒരു ജനുവരി മാസത്തെ മാത്രം ഞാൻ കാണിച്ചു തരാം. ബാക്കി എല്ലാത്തിലും ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ബാക്കിയൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ ഓരോ മാസം തുടങ്ങുമ്പോഴും ഓരോ കോഡ്സ് അവർ കൊടുത്തിട്ടുണ്ടോ. പിന്നെ ഇങ്ങനെ വരുന്ന സമയത്ത് വീൽ ഓഫ് ലൈഫ്, അത് ഓരോ മാസവും അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സസൈസാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ജനുവരി മാസത്തിൽ വീൽ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത്, ഹെൽത്ത്, എൻവിറോൺമെൻറ്റ്, റിലേഷൻഷിപ്പ്, പിന്നെ എന്താ കരിയർ, ഫിനാൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് സ്കെയിലാണ്, 1 to 10 സ്കെയിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൽ കൊടുത്തേക്കുന്നത് വേർഡ് ഓഫ് ദ മന്ത് ആണ്. വേർഡ് ഓഫ് ദ മന്ത്, പിന്നെ ഇൻറ്റൻഷൻ ഓഫ് ദ മന്ത്, ദിസ് മന്ത്സ് അഫർമേഷൻ, ഈ ഒരു മാസത്തിലേക്കുള്ള ഒരു അഫർമേഷൻ, പിന്നെ കോട്ടം, പിന്നെ മന്ത്ലി റിമൈൻഡർ എന്ന് പറഞ്ഞിട്ട് ഇവർ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇത് കുറച്ചും കൂടി നല്ലതാണ്. നമുക്ക് ഈ ഒരു മാസം തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഇയർലി ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകും, അത് ഒന്നുകൂടി നമ്മൾ റിവ്യൂ ചെയ്യുക. പിന്നെ വിഷൻ ബോർഡ് ഒന്നുകൂടി നോക്കുക. പിന്നെ പ്രീവിയസ് മന്ത്, ഇതിപ്പോൾ ജനുവരി ആയതുകൊണ്ട് ഡിസംബർ മന്ത്, പ്രീവിയസ് മന്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ ബ്രെയിൻ ഡംപ്, നമ്മൾ ആ ഒരു റാൻഡം തോട്ട്സൊക്കെ ബ്രെയിൻ ഡംപ് ചെയ്തോ എന്നുള്ളത് നോക്കുക. പിന്നെ ആ ഒരു ഫിസിക്കൽ ഡിജിറ്റൽ സ്പേസ് ഡീക്ലട്ടർ ചെയ്തോ എന്നുള്ളത്. റിവ്യൂവർ ബഡ്ജറ്റ്, അതായത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുകയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാനായിട്ട്. നമ്മുടെ ആ ഒരു മെയിൻ ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നമ്മളത് നോക്കിയില്ലെങ്കിൽ പിന്നെ അതങ്ങ് വിട്ടുപോകില്ല. അപ്പോൾ ഓരോ മാസം തുടങ്ങുമ്പോഴും നമ്മൾ അതൊക്കെ ഒന്ന് നോക്കി ഒന്ന് സെറ്റ് ചെയ്ത് ഓരോ മാസത്തെ കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ ജനുവരി മാസം തുടങ്ങുമ്പോഴേക്കും ഒരു മന്ത്ലി പ്ലാനറാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളും എന്ത് വേണമെങ്കിലും നമുക്ക് തോന്നുന്നതൊക്കെ എഴുതാട്ടോ. നമ്മൾ പ്ലാനർ എന്ന് പറയുമ്പോൾ അതുതന്നെയാണ്, നമുക്ക് ഇന്നത് മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. എന്ത് വേണമെങ്കിലും നമുക്ക് ആ സമയത്ത് എന്താണോ തോന്നുന്നത് അതൊക്കെ എഴുതാട്ടോ. പിന്നെ ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഏത് രീതിയിൽ യൂസ് ചെയ്യാം. പിന്നെ 30 days ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് എല്ലാ മാസത്തിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഓരോ മാസം നമ്മൾ പുതിയതായിട്ട് ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരിത് കൊടുത്തേക്കുന്നത്. പക്ഷേ ഞാനിതെങ്ങനെ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത് മെയിനായിട്ട് വർക്കൗട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് ഡെയിലി ഉള്ള വർക്കൗട്ട് ഒന്ന് ട്രാക്ക് ചെയ്യാനായിട്ട്. എനിക്കിപ്പം മനസ്സിലായി, ഇപ്പോഴെല്ലാം മുമ്പേ മനസ്സിലായ ഒരു കാര്യമാണ് നമ്മുടെ ഹെൽത്ത്. അതിന് നമ്മൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതായത് നമ്മളൊരു നല്ലൊരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നല്ലൊരു ഹെൽത്ത് കൂടി ഉണ്ടാവുക. അതുകൊണ്ട് വർക്കൗട്ടിന് അത്രയും പ്രാധാന്യം ഉണ്ട്. അതുകൊണ്ട് ഓരോ ദിവസം നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഒന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു എല്ലാ മാസവും ഇത് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ചിലപ്പോൾ അടുത്ത മാസം ഞാനത് വേറെ എന്തിനെങ്കിലും വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കെ. ഈ ഒരു സമയത്ത് ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു 30 days ചാലഞ്ച് എന്ന് പറയുന്നത് നമുക്ക് അതൊരു വർക്കൗട്ടിന് വേണ്ടി മാത്രമായിട്ടുള്ളൊരു
ഇതായിട്ട് യൂസ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അതായത് വർക്കൗട്ട് ഓരോ ദിവസവും ട്രാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ എല്ലാ മാസവും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് അവരൊരു പുതിയ ഹാബിറ്റ് ഓരോ മാസം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തേക്കുന്നത്. പക്ഷേ ഞാനിത് ഫുള്ളായിട്ട് വർക്കൗട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ അടുത്തത് മന്ത്ലി ഗോൾസ് ആണ്. അതായത് ഓരോ മന്ത്ലി നമ്മൾ ഈ ഒരു മാസത്തേക്കുള്ളൊരു ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അതിനുള്ള ആക്ഷൻ സ്റ്റെപ്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ഥലം കൂടിയുണ്ട്. പിന്നെ ആ ഒരു മോട്ടിവേഷൻ കൂടി ആ ഒരു ഗോള് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു മോട്ടിവേഷൻ ഉണ്ടാവുമല്ലോ, അതുകൂടിയാണ് കേട്ടോ. പിന്നെ മാസ്റ്റർ ടു ഡു ലിസ്റ്റ്, ആ മാസത്തേക്കുള്ള നമ്മുടെ ആ ഒരു സെൽഫ് കെയർ എന്തൊക്കെ ചെയ്യണം, പിന്നെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ ചെയ്യണം, പിന്നെ ഒരു മിസ്ലേനിയസ് നമുക്ക് ഇഷ്ടമുള്ളത് വേറെ എന്തെങ്കിലുമൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇതൊക്കെ കൂടാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതാനായിട്ട്, പിന്നെ ഒരു റിമൈൻഡേഴ്സിന് വേണ്ടിയിട്ട്, പിന്നെ ഒരു നോട്ട്സ് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എഴുതാനായിട്ട് കേട്ടോ. പിന്നെ അടുത്ത പേജിലേക്ക് വരുന്നത് മന്ത്ലി ബഡ്ജറ്റാണ്. ഇതും നല്ലൊരു എന്താ പറയുക, ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമ്മുടെ ഇൻകം നമുക്ക് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ഇൻകം വരുന്നത് എന്നുള്ളത് എഴുതാം, അതിൻ്റെ എമൗണ്ട് എഴുതാം, ടോട്ടൽ ഇൻകം എഴുതാം, പിന്നെ സേവിങ്സ് നമുക്ക് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ മണി സേവ് ചെയ്യാൻ പോകുന്നത് അത് എഴുതാം, എമൗണ്ട് എഴുതാം, ടോട്ടൽ സേവിങ്സ് എത്രയാണെന്ന് എഴുതാം, പിന്നെ നോട്ട്സ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഫിക്സഡ് എക്സ്പെൻസ് ഉണ്ടാവുമല്ലോ, നമുക്ക് എന്താ പറയുക, റെൻ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചില സബ്സ്ക്രിപ്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചില ബിൽസ്, അങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള കുറച്ച് എക്സ്പെൻസസ് ഉണ്ടാവുമല്ലോ, ട്രാൻസ്പോർട്ടിൻ്റെ ആയിക്കോട്ടെ, ഡേ കെയറിൻ്റെ, അങ്ങനെ ഓരോന്നായിട്ട് ഒരു ഫിക്സഡ് എമൗണ്ട് ഉണ്ടാവുമല്ലോ. ആ ഒരു ട്യൂഷൻ ഫീ ആയിക്കോട്ടെ, അങ്ങനെ എന്താണെങ്കിലും അത് നമുക്ക് ഫിക്സഡ് എക്സ്പെൻസ് എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസാണിത്. പിന്നെ വേരിയബിൾ എക്സ്പെൻസസ്, അതായത് നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുന്നു അല്ലെങ്കിൽ എന്താ പറയുക ഷോപ്പിംഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, സൂപ്പർ മാർക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനെ വേരിയബിൾ എക്സ്പെൻസസ് എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസാണ് കേട്ടോ ഇത്. പിന്നെ 1 liners a day എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കുന്നത് ഓരോ ദിവസത്തെയും നമ്മൾ മെയിനായിട്ടുള്ളൊരു കാര്യം, നമുക്കിത് വേണമെങ്കിൽ ഒരു ഡിഫറെൻറ്റ് വേസിൽ യൂസ് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ ഒരു മൂഡ് ട്രാക്കറായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡയറി എന്ന് പറയാൻ പറ്റില്ല, ഒരു ആ ദിവസത്തെ മെയിൻ കാര്യം, ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ, അത് എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഇത് എല്ലാ മാസത്തിലും കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് നമുക്ക് നോക്കുന്ന സമയത്ത് ജനുവരി ഒന്നാമത്തെ ദിവസം, അതായത് day 1 എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കിത് നോക്കുമ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാവും. രണ്ടാമത്തെ ദിവസം, അതായത് ഒരു ലൈൻ, ആ ഒരു ദിവസത്തിനെ കുറിച്ച് ഒരു ലൈൻ, നമുക്കിത് വേണമെങ്കിൽ മൂഡ് ട്രാക്കറായിട്ടും യൂസ് ചെയ്യാം കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടെ കൊടുത്തേക്കുന്നത് നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് എന്താണോ അതിന് പറയാനുള്ളത് അത് എഴുതുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു ജേർണലിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. നമുക്ക് ഓരോ കാര്യങ്ങളും അത് ഈ ഒരു ഓരോ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോഴാണ് നമുക്കിത് മനസ്സിലാവാം എന്തൊക്കെയാണെന്നുള്ളത്. നമുക്ക് എന്താ പറയുക, വാട്ട് ആർ ദ 3 areas ഓഫ് യുവർ ലൈഫ് ദാറ്റ് യു വാണ്ട് ടു ഇംപ്രൂവ്, അതായത് നമ്മൾ 3 ഏരിയാസ് നമ്മൾ ഈ ഒരു ലൈഫിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത്. പിന്നെ ഹൗ ക്യാൻ യു ഇംപ്രൂവ് യുവർ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദോസ് അറൗണ്ട് യു, അതായത് നമ്മൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങളാണ് കേട്ടോ, ഓരോ കാര്യങ്ങളാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസർ നമ്മൾ കണ്ടുപിടിക്കുന്നതോട് കൂടി നമുക്ക് കുറച്ചും കൂടി ഒരു ധാരണ കിട്ടും നമ്മുടെ ഒരു സെൽഫ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച്. പിന്നെ ഇതാ ഒരു വീക്കിലി പ്ലാനറാണ് കൊടുത്തേക്കുന്നത്. അതായത് ഓരോ വീക്കും ഇത് ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവർ, അതായത് ജനുവരിയിലുള്ള ഫസ്റ്റ് വീക്ക് അതിൽ വീക്കിലി ഗോൾസ് സെറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. പിന്നെ വീക്കിലി ടു ഡു ലിസ്റ്റ്, ഓരോ വീക്ക് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ, അപ്പോൾ അത് ടു ഡു ലിസ്റ്റ് എഴുതാനായിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ഹാബിറ്റ് ട്രാക്കർ കൊടുത്തേക്കുന്നത് കേട്ടോ. ഞാൻ മുമ്പേ ആണെങ്കിൽ ഹാബിറ്റ് ട്രാക്കർ മന്ത്ലി ട്രാക്കറാണ് ഞാൻ ചെയ്യാറായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്ലാനർ എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഹാബിറ്റ് ട്രാക്കർ തന്നെയാണ്. അപ്പോൾ ഇവരിത് വീക്കിലി ആണ് കൊടുത്തേക്കുന്നത്. വീക്കിലി അവരെന്താ കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഓരോ വീക്ക് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, ചില കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഹാബിറ്റ് വേണ്ട, ഹാബിറ്റ് ട്രാക്കറിൽ അങ്ങനെ ട്രാക്ക് ചെയ്യണമെന്ന് തോന്നില്ല, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം, അല്ലെങ്കിൽ പുതിയത് ആഡ് ചെയ്യാം. ഓരോ വീക്കിലും നമുക്ക് ചിലപ്പോൾ അത് മാറിയേക്കാമല്ലോ, അല്ലെങ്കിൽ സെയിം ആണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ എന്താ പറയുക, കുറച്ച് ഹാബിറ്റ്സ് അത് എല്ലാ ദിവസവും ചെയ്യുന്നുണ്ടോ, എല്ലാ ദിവസവും 2 ലിറ്റർ വെള്ളം കുടിക്കുക, എല്ലാ ദിവസവും ഒരു ബുക്ക് വായിക്കുക, പ്രെയർ, എക്സസൈസ്, അതങ്ങനെയുള്ള ഹാബിറ്റ്സ് ഉണ്ടാവില്ല. ആ ഒരു ഹാബിറ്റ്സ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോളം കൊടുത്തേക്കുന്നത്. ഒരു വീക്കിലി കൊടുത്തുകൊണ്ട് തന്നെ അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മന്ത്ലി ഹാബിറ്റ് ട്രാക്കറിനെക്കാളും കുറച്ചും കൂടി നല്ലത് ഇപ്പോൾ വീക്കിലി ഹാബിറ്റ് ട്രാക്കർ ആണ് എന്നുള്ളത് എനിക്ക് ഇങ്ങനെ ഇത് കൊടുത്ത സമയത്ത് എനിക്കത് ഫീൽ
ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഓരോ ദിവസവും ആ ഒരു വീക്കിൽ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ അതർ ടാസ്ക്, പിന്നെ ഒരു സ്പേസും കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ മെയിനായിട്ട് ഓരോ ദിവസവും കാര്യങ്ങൾ വീക്കിലി റൂട്ടീൻ സെറ്റ് ചെയ്യുമല്ലോ, അതിനായിട്ട് വീക്കിലി ടാസ്ക് സെറ്റ് ചെയ്യുമല്ലോ, അതിനായിട്ട് മെയിനായിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഒരാഴ്ച തുടങ്ങുന്ന സമയത്ത് ആ ഒരു മൺഡേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഒരു ദിവസം തന്നെ എല്ലാം ചെയ്യാതെ ഓരോ ദിവസം ആയിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ഒരു ബിസി ആയിട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എഴുതി വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ടു ഡു ലിസ്റ്റ് എഴുതാനായിട്ട് ഇവിടെ നമുക്ക് ടു ഡു ലിസ്റ്റ് എഴുതി വെക്കാം. പിന്നെ ഇവിടെ നമുക്ക് ചിലപ്പം മീൽ പ്ലാനർ, സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യം വരില്ല, മീൽ പ്ലാനർ ആയിരിക്കില്ല, അത് അവർക്ക് അവരുടെ സ്റ്റഡീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. വർക്ക് ചെയ്യുന്നവർക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. ഏതായാലും ഞാൻ ഈ ഒരു സ്പേസ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ മീൽ പ്ലാനറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരു നോട്ട്സ് കൊടുത്തിട്ടുണ്ട്, നോട്ട്സ് എഴുതാനായിട്ട്. പിന്നെ ഹൈലൈറ്റ് ഓഫ് ദ വീക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീക്കിലുള്ള മെയിൻ ഹൈലൈറ്റ് എഴുതാനായിട്ട്. പിന്നെ നെക്സ്റ്റ് വീക്കിലേക്ക് ഈ ഒരു ഓരോ വീക്ക് കഴിയുമ്പോഴേക്കും നമുക്കൊരു ധാരണ കിട്ടില്ല. അപ്പം നെക്സ്റ്റ് വീക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വീക്കിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്പേസ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഓരോ മാസവും ഈ ഒരു ജനുവരിയിൽ 1 2 3 4 5 5 വീക്കാണ് വരുന്നത്. അപ്പോൾ 5ലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. പിന്നെ അതങ്ങനെ ആ ഒരു വീക്ക് കഴിയുമ്പോഴേക്കും ഈ ഒരു മാസം എങ്ങനെയായിരുന്നു എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫസ്റ്റ് മന്ത്, ഈ ഒരു വർഷത്തെ ഫസ്റ്റ് മന്ത് ജനുവരി കഴിയുമ്പോഴേക്കും ആ ഒരു മന്ത് എങ്ങനെയായിരുന്നു എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്പേസ് കൊടുത്തേക്കുന്നത്. അത് എല്ലാ മാസത്തിലും ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇനി അടുത്ത പേജിലേക്ക് വരുമ്പോൾ ഒരു മന്ത്ലി റിഫ്ലക്ഷൻ ആണ്, ആ ഒരു ഹൈലൈറ്റ് ഓഫ് ദ മന്ത്, ആ ഒരു മന്തിൽ ആ ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യം എഴുതാൻ വേണ്ടിയിട്ട്, ആ ഒരു ഹൈലൈറ്റ്സ്, ആ ഒരു മന്ത്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവില്ല അത് എഴുതാനായിട്ട്. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്തത് കൃത്യമായിട്ട് ആ ഒരു മാസത്തിൽ വർക്കായതെന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആ ഒരു മാസത്തിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടെങ്കിൽ അത് എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ ആ ഒരു മാസത്തിൽ നമ്മൾ ഉൾക്കൊണ്ട കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങളുണ്ടാവുമല്ലോ അത് എഴുതാനായിട്ട്. പിന്നെ ഇനി അടുത്ത മാസത്തിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസ്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ്, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നമുക്ക് ആ ഒരു മാസം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ആ ഒരു നമ്മൾ നേരത്തെ ഒരു പേജ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു പേജിൽ ഞാൻ ഡയറി പോയിട്ട് ഡയറി പോലെയൊക്കെ നമുക്ക് എഴുതാമെന്ന് പറഞ്ഞത്. ഈ ഒരു നമുക്ക് എല്ലാ ദിവസവും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നത് നല്ലതാണ്. നമുക്ക് ഓരോ ദിവസവും നമ്മൾ എത്ര ബ്ലെസ്ഡ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഓരോ ദിവസവും നമുക്ക് ആ ഒരു ദിവസത്തിൽ നമ്മൾ എന്തിനോടാണ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു എന്താ പറയുക, ഒരു നന്ദി നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ, അതൊക്കെ എഴുതാനായിട്ട് വേണമെങ്കിലും നമുക്ക് ഈ ഒരു സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ എല്ലാ മാസം തുടങ്ങുമ്പോഴും ഈ ഒരു നോട്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മാസം കഴിയുമ്പോഴേക്കും അത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ചില ആൾക്കാർക്ക് അഡീഷണലായിട്ട് ചില കാര്യങ്ങൾ ഉൾപ്പെടുത്താനായിട്ടുണ്ട്, അത് വേണമെങ്കിൽ അതിന് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെയും നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫെബ്രുവരി ഇങ്ങനെയാണ് വരുന്നത്. ഫെബ്രുവരിയിലും സെയിം ആണ്. പിന്നെ ഇങ്ങനെ ഒരു ആക്ടിവിറ്റീസ് ആണ് കേട്ടോ വ്യത്യസ്തമായിട്ട് വരുന്നത്. പിന്നെ ബാക്കി വീക്കിലി ഗോൾസും കാര്യങ്ങളും എല്ലാം ഇതുപോലെയാണ് വരുന്നത്. പിന്നെ ഇനി ലാസ്റ്റ് ഡിസംബർ കഴിയുന്ന സമയത്ത് നമുക്കിതിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഇയർ എൻഡ് റിഫ്ലക്ഷനാണ് കൊടുത്തേക്കുന്നത്. ഈ ഒരു വർഷത്തിലുള്ള മേജറായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, ഈ ഒരു വർഷം നമ്മൾ അച്ചീവ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രൗഡ് തോന്നുന്ന കാര്യങ്ങൾ, ഈ ഒരു വർഷം നമ്മൾ എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഫേസ് ചെയ്തത്, പിന്നെ ഈ ഒരു വർഷത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ, പിന്നെ അടുത്ത വർഷത്തേക്കുള്ള ഒരു വിഷൻ അതാണ്. പിന്നെ എന്താ പറയുക, ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. പിന്നെ പറയാൻ വിട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വിഷൻ ബോർഡ്, ഇതെവിടെയാണ് പാറു, കഴിയല്ലേ എവിടെയാണ് വിഷൻ ബോർഡ്, ഒരു വിഷൻ ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു വർഷത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന, എവിടേക്ക് പോകണം, ആ ഒരു വർഷത്തിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഈ ഒരു വിഷൻ ബോർഡിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നമുക്ക് ചെറിയ ചെറിയ കോട്ടായിട്ട് എഴുതി വെക്കാം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിക്കർ നോട്ടിൽ നിന്ന് നമുക്ക് സ്റ്റിക്കർ എടുത്ത് ഇവിടെ സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഒരു വിഷൻ ബോർഡ്, ഇവർ ഈ ഒരു കളർ കൊടുത്തത് തന്നെ, ഒരു സ്കൈ കളർ കൊടുത്തത് തന്നെ നമ്മുടെ ഡ്രീംസ് ഒരു എന്താ പറയുക, ഒരു ലിമിറ്റ് ഇല്ല എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഒരു തീം
കൊടുത്തേക്കുന്ന ഈ ഒരു സ്കൈ ബ്ലൂ കളർ കൊടുത്തേക്കുന്നത് ആ ഒരു സ്കൈയുടെ ആ ഒരു സ്കൈ എന്ന് പറയുന്ന ഒരു ലിമിറ്റ്ലെസ് ആണല്ലോ. അപ്പോൾ നമ്മുടെ ഡ്രീമും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് അവർ ഈ ഒരു കളർ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വർഷത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ടത്, എല്ലാ കാര്യങ്ങളും എഴുതാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സ്പേസ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു പ്ലാനറിലുള്ളത്. എന്തായാലും എനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. എക്സ്ട്രാ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഇനിയിപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി എന്തെങ്കിലും ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ അത് മനസ്സിലാവുക, അല്ലെങ്കിൽ ചിലപ്പം ചില കാര്യങ്ങളൊന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അതൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഏതായാലും ഇപ്പോഴും നോക്കുന്ന സമയത്ത് എനിക്ക് നല്ലൊരു പെർഫെക്റ്റ്, ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു പ്ലാനർ തന്നെയാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ.